കോഴിക്കോട് അതിഥി തൊഴിലാളിയെ അഴുക്കുചാലിൽ കണ്ടെത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ്. സ്ലാബിനുള്ളിൽ കുടുങ്ങിയതല്ല, ഒളിച്ചതെന്ന് ബംഗാൾ സ്വദേശി അജയ് ഉറവ്. സുഹൃത്തുക്കളോട് പിണങ്ങിയതിനെ തുടർന്നാണ് ഓടയിൽ ഇറങ്ങി ഒളിച്ചതെന്നും അജയ് പറയുന്നു. ദിലിഷ തെലങ്കാന. ദിലിഷ, അത് പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാവുന്നതാണോ? പിണങ്ങി ഓടയിൽ കയറി കുളിക്കുമായിരുന്നു ദിലിഷ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം അത് വിശ്വാസത്തിലെടുക്കാം എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം ഒരു മനുഷ്യന് വീഴാനുള്ള ഒരു വിടവ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ സ്ഥലത്താണ്, ഇവിടെ വെച്ചിട്ടാണ് ഈ അതിഥി തൊഴിലാളിയെ കാണുന്നത്. ഇതുവഴി നടന്നു പോകുന്ന ഒരാളാണ് ഈ ശബ്ദം കേട്ട് ഇതിൻ്റെ അകത്തേക്ക് നോക്കുന്നത്. സത്യം പറഞ്ഞ ഒരു മനുഷ്യന് ഇതിനകത്തേക്ക് വീഴാനുള്ളൊരു വിടവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്നുള്ളത് ഒരു വലിയ ആശങ്കയായിരുന്നു. ആരെങ്കിലും ഇനി എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണോ, അങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അജയ് ഉറവ്, ബംഗാൾ സ്വദേശിയായ അജയ് ഉറവ് തന്നെ തുറന്നു പറയുകയാണ്. ഇന്നലെ പുലർച്ചെയാണ് അദ്ദേഹം കോഴിക്കോടുള്ള, ബംഗാളിൽ നിന്നും കണ്ണൂരിലുള്ള ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കോഴിക്കോട് എത്തിയപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയതാണ്. പിന്നീട് ഇവിടുന്ന് ഏകദേശം ഒരു 2 മീറ്റർ അപ്പുറത്ത് ആ ഒരു ഭാഗത്ത് ഒരു വലിയ വിടവുണ്ട്, അതുവഴി ഇറങ്ങി ഇതിനുള്ളിൽ ഒളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അജയ് ഉറവ് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. പരിക്കുകളൊന്നും തന്നെ ഇല്ല. എങ്കിലും അവിടെ ചില അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പറയുന്ന 2 ദിവസമായി അതിനകത്താണ് ഏതോ ഒരു മജീഷ്യൻ മന്ത്രവിദ്യയിലൂടെ പെട്ടാത്താക്കി എന്നൊക്കെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ പറഞ്ഞത്. അപ്പോൾ എത്ര സമയമായിട്ട് അതിനകത്ത് കിടക്കുകയാണ്? എന്തിനാണ് അതിനകത്ത് ഒളിച്ചിരുന്നത്? പിടികിട്ടുന്നില്ല മൊത്തത്തിൽ. സത്യം ഹാഷ്മി, കാരണം ആദ്യഘട്ടത്തിൽ തന്നെ 2 ദിവസമായി ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 ദിവസമൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു ഓവുചാലിനുള്ളിൽ ഒളിച്ചിരിക്കുക എന്നുള്ളൊരു ആശയക്കുഴപ്പം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്നലെ പുലർച്ചയോട് കൂടിയാണ് കോഴിക്കോട് എത്തിയത് എന്ന് ഒടുവിൽ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും ഇയാളെ വളരെ സാഹസികപ്പെട്ടാണ് ഫയർഫോഴ്സ് സംഘം പുറത്തെത്തിച്ചത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിടവിനുള്ളിലൂടെ പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ പൊളിച്ച് അതിനുശേഷമാണ് അയാളെ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഒളിച്ചിരിക്കാൻ കണ്ടെത്തിയ മാർഗം അത് വളരെ കഠിനമായിരുന്നു. ആ ഒരു ഭാഗത്ത് ചെന്ന് ഒളിച്ച് അതുവഴി ഇതുവഴി ഇങ്ങനെ വന്ന ശേഷം ഇവിടെ പെട്ടു എന്ന് മനസ്സിലായ ശേഷമാണ് അദ്ദേഹം ബഹളം വെച്ചത് എന്നുള്ളതാണ്. ഇതുവഴി നടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ഇത് ആദ്യം കണ്ടത്. അങ്ങനെ അവർ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയുമായിരുന്നു. എന്തായാലും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു ഹാഷ്മി. എന്തിനാണ് എന്ന കാര്യം ഒന്നുകൂടെ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.